ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, സഹപാഠികളെ, ജംഉ എന്ന ഭാഗത്തിന്റെ 60-ാമത്തെ ക്ലാസ് അറഫയുടെ അർത്ഥത്തെ കുറിച്ചുള്ള ചർച്ച. ഇതിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ എന്ന് പറയുന്ന അറഫിനെ കുറിച്ചാണ്. അതെന്തിനൊക്കെ വരാമെന്നും പറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ലോ എന്ന് പറയുന്നതിന്റെ ജവാബ് വരും. ജവാബ് സുബൂത്താണ്, സർത്ത് നഫിയുമാണ്. അപ്പൊ സർത്തില്ലാതിരിക്കെ ജവാബിന് സുബൂത്തുണ്ട്. സർത്ത് ഇല്ലാത്തതിനോട് ജവാബിന്റെ സുബൂത്ത് എതിരുമായിട്ടില്ല. ആ ഇല്ലാതിരിക്കുക എന്നതിനോട് ഔലവിയത്തായിട്ട് ജവാബിന്റെ സുബൂത്ത് യോജിക്കുന്നു, അല്ലെങ്കിൽ മുസാവാത്തായിട്ട്. ഇനി പറയുന്ന അതുവനാണ്. ഔവിൽ അതുവനെ, അല്ലെങ്കിൽ അതുവന് കൊണ്ട്, ഏറ്റവും താഴ്ന്നത് കൊണ്ടായിരിക്കും മുനാസബത്ത്. അതിനിക്ക കൗലിക്ക, നീ പറയും പോലെ, ഭീമൻ ഒരു പെണ്ണില്, ഒരിവ അലയിക്ക ആവോ, പിന്നെ നിന്റെ മേൽ വെളിവാക്കപ്പെട്ടു നിക്കാഹുക, ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ. അപ്പൊ നിന്നോട് വന്നിട്ട് പറയാം ഇവളെ നീ വിവാഹം ചെയ്യണം എന്ന്. അങ്ങനെ പറഞ്ഞപ്പോ അവളിൽ നീ പറയാണ് ലവിന്ദഫത്ത് ഉഖൂവത്തുൻ നസബി ലമാ ഹല്ലത്തിൽ റളാഇ എന്ന് പറഞ്ഞു. ലവിന്ദഫത്ത് ഉഖൂവത്തുൻ നസബി ബൈനി വ ബൈനഹ, എന്റെയും അവളുടെയും ഇടയിൽ തറവാടിത്ത സാഹോദര്യത്വം ഇല്ലായിരുന്നുവെങ്കിൽ, അപ്പൊ ഞാനും അവളും തറവാടാണ്. തറവാട് ഒന്നായിരിക്കും എന്റെ സഹോദരിയായിട്ട് ഒരു തറവാട്ട് പോയ സഹോദരിയാ. ഇതില്ല എങ്കിൽ ലമ ഹല്ലത്തില് അവൾ എനിക്ക് അനുവദനീയമല്ല. ലിർറളാഇ ബൈനി വ ബൈനഹ, എന്റെയും അവളുടെയും ഇടയിൽ മുലകുടി ബന്ധമുണ്ടായത് കൊണ്ട്. ബിൽ ഖുവ്വത്തി, സഹോദരിയാവുക എന്നതുകൊണ്ട് എന്റെയും അവിടെയും ഇടയിൽ മുലകുടി ബന്ധമുണ്ട്. ഇതുണ്ടായത് കൊണ്ട് അനുവദനീയമല്ല എന്നാണ്. ഇവിടെ ഇപ്പൊ സർത്ത് ഏതാണ്? തറവാടിത്ത വഴിക്ക് സഹോദര്യത്തെ ഇല്ലാതിരിക്കാന്ന. ജവാബ് ഏതാണ്? അനുവദനീയമല്ല. അനുവദനീയമല്ല എന്ന ജവാബിന്റെ സുബൂത്ത് മുഖദ്ദിമയാകുന്ന സർത്ത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ തറവാട് വഴിക്കുള്ള സഹോദരിയായിരിക്കുക എന്നുള്ള ഇല്ല. അപ്പോ ആ ഇന്തിഫാഉൽ മുഖദ്ദമിനോട് എതിരല്ല ലമാ ഹല്ലത്തി എന്ന് പറയുന്ന താലിയുടെ സുബൂത്ത്. എന്നാൽ ഈ സുബൂത്തു താലിയോ അത് ഇന്തിഫാഉൽ മുഖദ്ദമിനോട് യോജിക്കുന്നുമുണ്ട്. ആ യോജിക്കല് എങ്ങനെയാണ്? അതുവനോ ഉണ്ടാണ് നമ്മ പറഞ്ഞത്. എന്നാൽ ഈ ഉദാഹരണത്തെ പറ്റി പറയാനുള്ളത് വാദൽ മിസാലും, ഈ മിസാൽ ഇവിടെ പറഞ്ഞ ഈ ഉദാഹരണം അതുവന് കൊടുത്തതാണെങ്കിലും ഇത് ഔലവിക്ക നന്നാകുക. ഔലവിയത്തിനാണ് ഇത് നന്നാവുക. അതപ്പോ ഉള്ളത്. എന്നിരിക്കെ ഇൻകലബ, ഈ ഉദാഹരണം മറിഞ്ഞു വന്നു. അറൽ മുസന്നിഫി, മുസന്നിഫിന്റെ മേലും തിരിച്ച വന്നത്. അത് വന്നത് സഹുവൻ മറന്നു വന്നതാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്തായിരുന്നു? ലവിന്ദഫത്തു ഉഖൂവത്തുർ റളാഇ ലമാ ഹല്ലത്ത് ലിന്നസബി എന്നാ വരേണ്ടത്. അത് നേരെ തിരിച്ചായി. വ സവാബുഹു, ഇതിന്റെ യഥാർത്ഥം ലിയകൂന ലിൽ അതുവനി, ഇവിടെ അതുവനുമായുള്ള മുനാസബത്തിന് ഉദാഹരണമാക്കണ്ടേ. അപ്പൊ അത് അതുവന് ആയി തീരാൻ വേണ്ടി ഈ ഉദാഹരണം ആവണം. അങ്ങനെ ആവാൻ വേണ്ടി യഥാർത്ഥത്തില് പറയേണ്ടത് എങ്ങനെയാ? ലവിന്ദഫത്ത് ഉഖൂവത്തുർ റളാഇ ലമാ ഹല്ലത്ത് ലിന്നസബി എന്ന് പറയണം. അപ്പൊ ഏത് വലിയൊരാളായാലും മറവി സംഭവിക്കാൻ അത് കുറ്റമല്ല.
അപ്പൊ അതങ്ങനെ മറന്നതുകൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് വാസ്തവത്തിൽ മുസന്നിഫ് അവറുകൾ കൊടുത്ത ഉദാഹരണത്തിനെ ശരിപ്പെടുത്തിക്കൊണ്ട് ഷാരി പറഞ്ഞു തരുന്നത്. റത്തബ അദമ ഹല്ലിഹ, മുസന്നിഫ് അവറുകൾ ഇവിടെ ക്രമീകരിച്ചു കൊണ്ടുവന്നത് ഈ സഹോദരിയായ ഈ പെണ്ണുണ്ടല്ലോ, ഇവള് നിക്കാഹ് ചെയ്യൽ അനുവദനീയമല്ല എന്നതിനെ അലാ അദ്മി ഉഖുവത്തിഹാ മിനർ റളാഇ, മുലകുടി ബന്ധത്തിലൂടെ അവൾ എന്താണ് സഹോദരിയല്ല എന്നതിന്റെ പേരിലാണ്. അപ്പൊ മുലകുടി ബന്ധത്തിലൂടെ അവൾ എന്റെ സഹോദരി അല്ല എങ്കിൽ അവൾ എന്താണ് വിവാഹം ചെയ്യൽ അനുവദനീയമല്ല. ഇവിടെ മുലകുടി ബന്ധത്തിലൂടെ അവൾ സഹോദരി അല്ല എന്ന് പറയുമ്പോൾ അത് വ്യാഖ്യാനിച്ചു തരുന്നത് എന്താണ്? അൽ മുബയ്യിനി, ആ പറയുന്ന അദ്മി ഇഖ്വത്തിഹാ മിനർ റളാഇ വ്യക്തമാക്കി തരുന്നു. എന്ത്? ബിഇഖ്വത്തിഹാ മിനൻ നസബി, തറവാട് വഴിക്ക് അവൾ സഹോദരിയാണ് എന്നതുകൊണ്ട് വ്യക്തമാക്കി തരുന്ന മുലകുടി ബന്ധത്തിലൂടെ സഹോദരിയല്ല എന്നതിന്റെ പേരിൽ അവൾ അനുവദനീയമല്ല എന്നതിനെയാണ് ക്രമീകരിച്ചു കൊണ്ടുവന്നത്. തറവാടിത്ത വഴിക്ക് അവൾ സഹോദരിയാണ് എന്നതിനെ വ്യക്തമാക്കി തരുമ്പോ അത് എന്തിനോട് യോജിക്കുന്നു? അൽ മുനാസിബി ഹുവ ലഹ, തറവാടിത്ത വഴിക്കുള്ള സഹോദരി ശറഅ് പ്രകാരം എന്തല്ല, അവൾ അനുവദനീയമല്ല എന്നതിനോട് യോജിക്കുന്നതാണ് തറവാടിത്ത വഴിക്കവൾ സഹോദരിയാണ് എന്ന് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ തറത്തബു ഐലൻ, അപ്പൊ എന്തായി? മുലകുടി ബന്ധത്തിലൂടെ സഹോദരിയല്ല എന്ന നിലക്ക് അനുവദനീയമല്ല എന്നുള്ളത് വന്നതുപോലെ തറവാടിത്ത വഴിക്കവൾ സഹോദരിയാണ് എന്ന അടിസ്ഥാന പ്രകാരത്തിൽ അവൾ വിവാഹം അനുവദനീയമല്ല എന്ന് വന്നു. അത് അവന്റെ ഉദ്ദേശത്തിൽ അലാ ഉഖുവത്തി മിനർ റളാഇ, അത് എങ്ങനെ കിട്ടി? അലാ ഉഖുവത്തിഹാ, അവൾ സഹോദരിയാവുക എന്നതിന്റെ പേരിൽ. ഏത് വഴിക്ക്? മിനർ റളാഇ, മുലകുടി ബന്ധത്തിലൂടെ സഹോദരിയാവുക എന്നതിന്റെ പേരിൽ തർത്തീബായിട്ട് വരും. എങ്ങനത്തെ ഉഖുവത്ത്? അൽ മുഫാദത്തി ബിലൗ, ലൗ കൊണ്ട് മനസ്സിലാക്കി തരുന്നതാണത്. ഇവിടെ ലവ് ഇന്ദപത്ത് എന്ന് വെച്ചിട്ട് ഇന്ദപത്ത് മാറ്റി നിർത്തിയാൽ ലൗ ഹുവത്തിൽ നിർത്താൻ എന്താവും? ആ ലൗ കൊണ്ട് മനസ്സിലാക്കി തരിക മുലകുടി ബൈക്കുള്ള സഹോദരിയാവുക എന്ന്. ആ വരുമ്പോ അവൾ എന്താകാൻ പറ്റൂല? വിവാഹം അനുവദിക്കാൻ പറ്റൂലല്ലോ. അൽ മുനാസിബി ഹുവ ലഹ ശറഅൻ, വിവാഹം അനുവദനീയമല്ല ലഹ, മുലകുടി ബൈക്ക് സഹോദരിയാണ് അവള്. ശറഅ് പ്രകാരത്തിൽ തന്നെ മുലകുടി ബൈക്ക് അവൾക്ക് സഹോദരിത്വം ഉണ്ടെങ്കിൽ അവൾ ഹലാലല്ല എന്നതിനോട് യോജിക്കുന്നതായ ലൗ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാഹോദര്യത്തിന്റെ പേരിൽ അവൾ അനുവദനീയമല്ല എന്നുള്ളതും തർത്തീബായി കിട്ടുമല്ലോ. ലാക്കിനെങ്കിലും ദൂന മുനാസബത്ത്, ഈ ബന്ധം വരുന്നത്, ഈ താലി ഇവിടെ സുബൂത്തായല്ലോ, ഈ ജവാബ്, അത് ഇവിടെ മുഖദ്ദിമ ഇല്ലാത്തതിനോട് യോജിക്കുന്ന അതുവരായിട്ടാ. ദൂന മുനാസബത്തിൽ അവലി, അതായത് അവലിനോട് എന്താണ് ഈ അദമുൽ ഹല്ല് യോജിക്കുന്നുണ്ട്, അഥവാ ജവാബ്. ആ ജവാബ് ആദ്യത്തതിനോട് യോജിക്കുക. ആദ്യത്തിനോട് യോജിക്കുന്നതിന് താഴെ തട്ടിലായിരിക്കും ഇത് വരിക. എങ്ങനെ? ആദ്യത്തെന്ന് പറഞ്ഞാൽ എന്താണ്? മുലകുടി ബന്ധത്തിലൂടെ അവൾ എന്തല്ല, സഹോദരിയല്ല എന്നല്ലേ. അപ്പൊ മുലകുടി ബന്ധത്തിലൂടെ അവൾ സഹോദരിയല്ല എന്നതിനോട് ഈ പറയുന്ന മുലകുടി ബന്ധത്തിലുള്ള സഹോദരി യോജിക്കുക, അവൾ അനുവദനീയമാവൂല എന്ന് പറഞ്ഞാൽ യോജിപ്പ് എന്താണെന്നറിയോ? അവലിനോട് യോജിക്കുന്ന താഴെ തട്ടിൽ വരും. എന്തുകൊണ്ട്? മുലകുടി ബന്ധത്തിലൂടെയുള്ള ഹറാമ് അത് വെറുമിൻ ഇർമത്തിൻ നസബി, അത് തറവാട് വഴിക്ക് ഹറാമാകുക എന്ന ഹറാമിനേക്കാൾ താഴ്ന്നത് തന്നെയാണല്ലോ റളാവ് വഴിക്ക് വരുന്ന ഹറാമിയത്ത്. അതുകൊണ്ടാണ് അവലിനോട് എന്ത് ചെയ്യുക?
ഇതിലുള്ള ബന്ധമുണ്ട് അവര്, അതായത് തറവാട്, അതാണ് അവര്. അപ്പൊ തറവാടിത്തവുമായി അതിനെന്താണ് അദ്മുൽ ഹില്ല് യോജിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ താഴെ തട്ടിലായിട്ട് വരും റളാഅത്തുമായുള്ള ബൈക്കൊരു സഹോദരിയുടെ അദ്മുൽ ഹില്ല് യോജിക്കുക എന്നുള്ളത്. അപ്പോൾ മായന അവിടെ എന്തായി അർത്ഥം വെക്കേണ്ടത്? അന്നകാല തഹില്ലുലി അസിരൻ, അവൾ ഒരു നിലക്കും എനിക്കിപ്പോ അനുവദനീയമല്ല. എന്തുകൊണ്ട്? അന്നവിക നിശ്ചയമായിട്ടും അവളിലുണ്ട് വസ്ഫൈനി, 2 വസ്ഫുണ്ട്. ലവിംഫറദ കുല്ലും മിൻഹുമ, ആ 2 വസ്ഫും എല്ലാം തനിച്ച് ഒറ്റക്ക് നിന്നാൽ തന്നെ ഹറുമത്ത് ലഹു, ആ ഒരൊറ്റ വസ്ഫുണ്ടായത് കൊണ്ട് തന്നെ അവള് ഹറാമാണ്. അതായത് മുലകുടി ബന്ധത്തിലും ഹറാമാണ്, തറവാടിത്ത വഴിക്കും ഹറാമാണ്. അതായത് ഇഖ്വതുക മിനൻ നസബി ഉഖ്വതുക മിനർ റളായി, ഇതാണിപ്പോ ആ 2 വസ്തുള്ളത്. മുലകുടി ബന്ധത്തിലുള്ള സഹോദരി, തറവാട് വഴിക്കുള്ള സഹോദരി, ഇത് രണ്ടും ഹറാം തന്നെയാണ്. പിന്നെ ഇവിടെ ഇനി മനസ്സിലാക്കാനുള്ളത് ഇന്നമാ കാല മുസ്തനി പറഞ്ഞു കൗലിക എന്ന് പറഞ്ഞു. കൗലിക കഥാ ഫിൽ മൗലി ഐനി, 2 സ്ഥലത്തും മുസ്തനി പറഞ്ഞത് കൗലിക ലൗകാന ഇൻസാൻ ഡാഷ് ലവിന്തവത്തു ഉഖുവത്തു നസ്ബ് ഡാഷ്, ഈ 2 സ്ഥലത്തും കൗലിക്കാതെ മുസ്തനി പറഞ്ഞത്. എന്തുകൊണ്ട്? അന്നഹു നിശ്ചയമായിട്ടും മുസന്നിഫ് കമാ കാല പറഞ്ഞതുപോലെ ലം യജിദ് നഅവഹു, അതുപോലത്തതിന് മുസന്നിഫ് കിട്ടിയിട്ടില്ല. ഫീമ ഒന്നിൽ യസ്തശ്ഹിദ് ബിഹി, ആ ഒന്നുകൊണ്ട് മുസന്നിഫിന് തെളിവാക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് മിന ഖുർആനി ഔ ഗൈരി, ഖുർആനോ ഖുർആൻ അല്ലാത്തതൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കൗലിക്കാതെ പറഞ്ഞത്. വലാകിന്നഹു, ഇങ്ങനെയൊക്കെയാണ് എങ്കിലും മുസന്നിഫ് അവറുകൾ വൈറു ഖാരിജൻ അൻ ഉസൂലിഹി, മൂപ്പര് തെളിവായി പിടിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ആ വഴിയെ തൊട്ട് മൂപ്പര് പുറത്തു പോയിട്ടൊന്നുമില്ല, അതിനെ തൊട്ട് കൊണ്ടുവന്നതല്ല ഇത്. ഓരോ കാല ഇനി നമുക്ക് പറയാനുള്ളത് മുസന്നി പറഞ്ഞിരുന്നുവെങ്കിൽ ബദൽ മുസാവാത്തി, മുസാവാത്തി എന്ന് ഉപയോഗിച്ചിടത്ത് പകരം അൽ മുസാവി, മുസാവി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താണ് ആദ്യം മുസന്നി പറഞ്ഞത്? ഔല അവിൽ മുസാവാത്തി, അവിടെ മുസാവി എന്ന് കൊടുത്താൽ മതി. മുസാവാത്തിയുടെ മുസാവി എന്ന് പറഞ്ഞാൽ ലക്കാന അൻസബ അല്ലെ കസീമൈഹി, അതിന്റെ 2 കസീവുമായിട്ട് യോജിക്കുക, അതായിരുന്നു. അതുവന് ഔല, അതാണ് കസീവ്. ആ അതുവന് ഔല എന്നത് യോജിക്കുക മുസാവി ഒരു സുഖമായിരുന്നു. പക്ഷെ മുസാവാത്ത് വരുമ്പോ യോജിപ്പിന് കുറവുണ്ട് എന്നർത്ഥം. അൻസബ് ഉണ്ടാവും, മാത്രമല്ല ലഘുതൊന്ന് ചുരുങ്ങി കിട്ടും, താഴെ കുറവടെ കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും മുസാവാത്ത് കൊടുത്ത് തെറ്റാന്നല്ല, ഒരു അൻസ് പറഞ്ഞത് മാത്രം. ഒരു വസ്കത്ത, പിന്നെ പറയാനുള്ളത് ഇബാറത്തിന് പറയാനുള്ളത് മുസന്നിഫ് കളഞ്ഞിരുന്നുവെങ്കിൽ ലാമിനെ കളഞ്ഞിരുന്നുവെങ്കിൽ, എവിടെ? ലമാഫിൽ മൗലി ഐനി, ലമാ ഹല്ലത്ത്, 2 സ്ഥലത്തും മുസന്നിഫ് അവർ ലമാ ഹല്ലത്ത് എന്ന് കൊടുത്തുകണല്ലോ. ആ 2 സ്ഥലത്തും ലമാ ഹല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലമാ ഹല്ലത്ത് മായുള്ള ലാമിനെ കളഞ്ഞിരുന്നുവെങ്കിൽ ലവാഫഖൽ ഇസ്തിഅമാൽ കസീറ മാൽ ഇഖ്തിസാരി, പദത്തെ ചുരുക്കലോടൊപ്പം ഉപയോഗം കൂടി വന്നു. അപ്പൊ കൂടി വന്ന ഉപയോഗത്തിനോട് ഇത് യോജിക്കുമായിരുന്നു. അപ്പൊ ലാഭ് കൊടുത്തിട്ടുള്ള ഉപയോഗം ഇഖ്തിസാറും പോയി, അതോടൊപ്പം തന്നെ ഇസ്തിഅമാൽ കസീറുമായില്ല. ഇതേ ഉള്ളൂ, അർത്ഥത്തിൽ കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞു തരുന്നില്ല. ചിലപ്പോൾ നിശ്ചയ ലോ തനിച്ചിരിക്കുന്നു. ഫീമാ ദുഃഖിത പറയപ്പെട്ടതിൽ നിന്ന് അംസിലത്തി ഉദാഹരണങ്ങൾ, ഇവിടെ പറയപ്പെട്ട ഉദാഹരണങ്ങളിൽ ലോ തനിച്ചു. അനി ജമാനി, ജമാനെ തൊട്ട് തനിച്ചു. കാലങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞ ഉദാഹരണമൊക്കെ പറഞ്ഞെങ്കിലും ആ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് ജമാനെ തൊട്ട് തനിച്ചു നിൽക്കുകയാണ്. അലാ ഖിലാഫിൽ അസ്ലി ഫീഹ, അതിലുള്ള
അസിലിന് എതിരായി. അപ്പൊ അതിലുള്ള അസിലെന്താ? സമാൻ വേണം. ആ എതിരായിട്ട് സമാനെ തൊട്ട് തനിച്ചു നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അമ്മ അംസിലത്തു ബഖിയത്തി അഖ്സാമി ഹാദൽ ഖിസ്മി, ഈ ഓഹരിക്ക് മറ്റു പല ഓഹരിയുടെയും ഉദാഹരണം പറയണം. അമ്മ അംസിലത്തു ബഖിയത്തി അഖ്സാമി ഹാദൽ ഖസ്മൽ ഖിസ്മിയ, ഈ ഓഹരിയുടെ മറ്റു പല ഓഹരിയുടെ ഉദാഹരണം പറയാനുണ്ട്. അപ്പൊ ഈ ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔലവിയത്തും മുസാവിയും അതുവനും യോജിപ്പിനെ ഉൾപ്പെടുത്തുന്ന സർത്തില്ലാതിരിക്കെ ജവാബുണ്ടാവുക. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ഈ ഓഹരി. അതാണ് ഈ ഖിസ്മ എന്നത്. ഇതിന്റെ മറ്റു പല ഓഹരികളാണ് ഇനി പറയാനുള്ളത്. ഏതുപോലെ ലൗ അഹൻത സൈദൻ ലഅസ്ന അലൈക, ആദ്യം പറഞ്ഞോടത്തൊക്കെ മൻസിയാണ്. ഇപ്പൊ മുസ്ബത്ത പറയാൻ പോണേ. ലൗ അഹൻത സൈദൻ, നീ സൈദനെ നിസ്സാരപ്പെടുത്തിയിരുന്നുവെങ്കിൽ ലഅസ്ന അലൈക, നിന്റെ മേൽ സൈദ് എന്താവുമായിരുന്നു? പുകഴ്ത്തുമായിരുന്നു. അതായത് ഇഹാനത്തി ഇല്ലാത്തതോടൊപ്പം തന്നെ അവൻ പുകഴ്ത്തുക, അത് മിൻ ബാബി ഔലാ ബാബിൽ പെട്ടതാണ്. നീ നിസ്സാരപ്പെടുത്തുമ്പോ തന്നെ അവൻ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ നിസ്സാരപ്പെടുത്താൻ തന്നെ പുകഴ്ത്തണിൽ ഔലാ ബാബിലായല്ലോ. ലൗ തറക്കൽ അബ്ദു സുആല റബ്ബിഹി ലഅതാഹു, ഒരടിമ തന്റെ യജമാനനോട് ചോദിക്കലിനെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അല്ലാഹു തആല അവന് കൊടുക്കുന്നതാണ്. അതായത് ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന അല്ലാഹ്. അപ്പൊ ചോദ്യത്തോടു കൂടെ കൊടുക്കുന്നതോ അത് ഏറ്റവും ഔലാബാബിൽപ്പെടും. ഇങ്ങനെയാണ്. വലോ അന്ന മാഫിൽ അർളി മിൻ ശജറത്തിൻ അഖലാം ഇലാ മാ നഫദത് കലിമാത്തുല്ലാഹി, അവിടെ വലോ അന്ന മാഫിൽ അർളി മിൻ ശജറത്തി അഖലാമിൻ എന്ന ആയത്തിൽ അങ്ങനെ തുറന്നിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞു മാ നഫദത് കലിമാത്തുല്ലാഹ്, ഈ പ്രപഞ്ചത്തിലെ സർവ്വ മരങ്ങളും പേനകളായി മാറിയാൽ അല്ലാഹു തആലാന്റെ കലാമിനെ എഴുതി തീർക്കാൻ സാധ്യമേ അല്ല. അത്രയും വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും അതിലുണ്ട്. ഇവിടെ ഷർത്ത് എന്തുണ്ട്? മുസ്ബത്തായിരിക്കെ നഫിയാണ് ജവാബ്. പറയപ്പെട്ടത് ഇല്ലാതിരിക്കുക എന്നതോടൊപ്പം തന്നെ അല്ലാഹു തആല കലാമ് നാഫിദാകൂല, കഴിയൂല എന്ന് പറയുന്ന ബാബ് ഔലയിൽപ്പെട്ടതാണ്. അങ്ങനെ എല്ലാ ഉദാഹരണവും പറഞ്ഞു കഴിഞ്ഞു. ഷർത്താവുക, മുന്തഫിയാവുക, ജവാബ് സുബൂത്താവുക, ഇനി ഷർത്ത് മുസ്ബത്താവുക, ജവാബ് നഫിയാവുക, അങ്ങനെ പല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ലൗ സംബന്ധമായ ചർച്ച കഴിഞ്ഞിട്ടില്ല, ബാക്കിയുണ്ട്. ഇനി ഒത്തരിത് ലൗ, ഇതുപോലെ ലൗ എന്നുള്ളത് വരും. തമന്നി, തമന്നിക്ക് വരും. അറലിന് വരും. താഴീന് വരും. ഈ മൂന്നെണ്ണത്തിന് വരുമ്പോ അൻസിബോ, അപ്പോ ആ ലൗ രസ്മ് ചെയ്യും. അൽ മുലാരിയ ഫീലിന് ബഅദൽ ഫാഇന്റെ ശേഷം ഈ ജവാബിഹ, ലൗവിന്റെ ജവാബിലുള്ള ഫാ വരും. ആ വായിന് ശേഷം മുലാരിയ ഫീലിന് രസ്മ് ചെയ്യും. ലിദാലിക, അതിന് വേണ്ടി. എന്തുകൊണ്ട്? ബി അൻമുളമറത്തിൻ, മറക്കപ്പെട്ടതായ അന്നുകൊണ്ട്. അപ്പൊ മറക്കപ്പെട്ടതായ അന്നുകൊണ്ട് എന്ത് ചെയ്യും? ലൗവിന്റെ ജവാബിന് ഫാ വന്നാൽ ആ ഫാവിന് ശേഷം മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യും. ലൗ തഅ്തീനി ഫതുഹദ്ദിസനീന, നീ എനിക്ക് വരികയാണ് എങ്കിൽ ഫതുഹദ്ദിസനീന, അത് കാരണം നീ എന്നോട് വർത്തമാനം പറയുന്ന. ഇവിടെ ലൗ വന്നു, അതിന്റെ ജവാബാണ് തുഹദ്ദിസ മുളാരിയ ഫീല്. അതില് ഫാ കൊടുത്തു, സബബിയാണ്, ആ ജവാബ് കൊടുത്തതല്ലേ. അപ്പോ അതിന്റെ ശേഷം അന്ന് വന്ന് നെസ്മ. ലൗ തൻസിൽ ഇന്ദി ഫതുസീബ ഖൈറൻ, നീ എന്റെ അടുക്കൽ ഇറങ്ങുകയായിരുന്നുവെങ്കിൽ നീ എന്തെത്തിക്കും? ഗുണത്തെ എത്തിക്കുമായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെ ഫാന്റെ ശേഷം അന്ന് വന്ന് നെസ്മ.
ലൗ തഅ്മുർ ഫതുതാഅ ലൗ തുഅ്മുർ അല്ലെങ്കിൽ ലൗ തഅ്മുർ നീ കൽപ്പിക്കുകയാണ് എങ്കിൽ ഫതുതാ നിനക്ക് അനുസരിക്കപ്പെടുന്ന. ഇവിടെയും അന്ന് പറഞ്ഞ് നസ്ബ് ചെയ്തു. അതിന് ശേഷം ഒരു ജവാബിൽ ഓ മിനൽ ഔവലി തമന്നിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്. ഈ തമന്നിക്ക് വരുന്നതിൽ പെട്ടതാണ് ഫലോ അന്നലന കറതൻ ഫനകൂന മിനൽ മുഅ്മിനീൻ. ഫലോ അന്നലന കറതൻ ഫനകൂന മിനൽ മുഅ്മിനീൻ. ഇവിടെ എന്ത് ചെയ്തു? അതിന്റെ അർത്ഥം ഐ ലൈത്തലന, ലൗദിലോടത്ത് വന്നത് ലൈത്തലന, നമുക്ക് ആയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. അവിടെ പാ വന്നു ജവാബില്. അതിനെ ഷന്ന് പറഞ്ഞ് നസ്ബ് ചെയ്തു. ത്വലബിന്റെ കാര്യത്തിൽ 3 കൂറാവും. തമന്നി അറന്ന് തഅ്ലീൽ ത്വലബ് ചെയ്യുക എന്ന കാര്യത്തിൽ കൂറാണ്. വഹുവ ബിത്തഅ്ലീൽ അങ്ങനെ വരുമ്പോ ത്വലബില് 3 കൂറാവുകയാണ് എങ്കിലും ലൗ തഹ്ലീലിൽ വരുമ്പോ എന്തായിരിക്കും? അപ്പൊ തഹ്ലീലിലെ ത്വലബിന്റെ അർത്ഥം ബയസ് പ്രേരിപ്പിക്കലാണ്. ഒഫിൽ അറളി അറളിലാകുമ്പോ ബി ലയ്യ് അത് ലയ്യിൽ മയമായിരിക്കാം. ഒബി തമന്നി തമന്നിയിൽ വരുമ്പോ ലിമാല ത്വമഅ അതെന്ത് ചെയ്യാ? ലിമാല ത്വമഅ ഫി വുഖ്വഇ സംഭവിക്കുന്ന കാര്യത്തിൽ ആഗ്രഹേ ഇല്ല, അങ്ങനത്തെ ഒന്നിനു വേണ്ടിയിട്ടായി കൊതിക്കലായിരിക്കും തമന്നിയിലാവുമ്പോ. അപ്പൊ അങ്ങനെയാണ്. നീ എന്താണ് നമ്മുടെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഉദാഹരണം കൊടുക്കുമ്പോൾ തമന്നിക്ക് വന്ന ഉദാഹരണമാണ്. ഇങ്ങനെ പലതിനും ഉദാഹരണം കണ്ടെത്താം. ഇനി വത്തഖ്ലീലി ലൗ കുറച്ച് എന്നർത്ഥത്തിന് വരും. ലൗ ഹദീസി തസദ്ദഖു വലൗ ബിളിൽഫി മുഹറഖിൻ. അതൊരു ഹദീസ് പോലെ നിങ്ങൾ ധർമ്മം ചെയ്യണം. വലൗ ബിളിൽഫി മുഹറഖിൻ വേവിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുളമ്പ് കൊണ്ടെന്നെങ്കിലും. ഇവിടെ ലോ വന്നത് തഖ്രീലിനാണ്, ഏറ്റവും ചുരുങ്ങിയത് കൊണ്ടെന്നെങ്കിലും. കഥാ ഔറദഹുൽ മുസന്നിഫു വഗൈറു, ഇങ്ങനെയാണ് മുസന്നിഫും അല്ലാത്തവരും കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെ. വഹുവ ബിമഅന റിവായത്തിൻ നസായി വഗൈരിഹി, ഈ പറഞ്ഞത് നസായി ഇമാമും അല്ലാത്ത റിപ്പോർട്ട് ചെയ്ത മഅന പ്രകാരമാണ്. എന്താ പറഞ്ഞത്? റുദ്ദു സായില, ചോദിച്ചു വരുന്ന ആളെ നിങ്ങൾ മടക്കണം. വലോബി ലിൽഫി മുഹറഖിൻ, വേവിക്കപ്പെട്ടതായിരിക്കുന്നൊരു കുളമ്പ് കൊടുത്തിട്ട് എന്നെങ്കിലും മടക്കണം, വെറുതെ മടക്കരുത് എന്നാണ്. ഒഫി റിവായത്തിൻ ഒരു റിപ്പോർട്ടിൽ കാണുന്നു വലോബി ലിൽഫിൻ, ലിൽഫ് മാത്രമേ കാണാറുള്ളൂ. വൽ മുറാദു അർറദ്ദു, റുദ്ദൂന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ റദ്ദ് എന്നതുകൊണ്ട് അൽ മുറാദു അർറദ്ദു ബിൽ ഇത്തായിനാണ്, കൊടുത്തുകൊണ്ട് മടക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതെന്തായി? ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥമൊക്കെ പാടെ കൂട്ടി വായിച്ചാല് വൽ മഅന തസദ്ദഖു ബിമാ തയസ്സറ മിൻ കസീരിൻ ഔ ഖലീലിൻ, അധികമോ കുറച്ചോ എന്തോ ആവട്ടെ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടത് ഏതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യണം എന്നായി അർത്ഥം. ഇനി വലോ ബലഗ ബിൽ ഖില്ലത്തി ഇല ളിൽഫി, കുറച്ച് എന്ന് പറയുമ്പോൾ കുറവിന്റെ കാര്യത്തിൽ ഒരു കുളമ്പിലേക്കാണ് എത്തിച്ചേർന്നത് എങ്കിലും അത് കൊടുക്കണം നമ്മാസരൻ. അതൊരു ഉദാഹരണമാണ്. ഫഇന്നഹു, നിശ്ചയമായിട്ടും ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഖൈറുൻ, ഉത്തമമായത്, മിൽ അദ്മി, കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ ഉത്തമം കൊടുക്കലാണ്. വഹുവ, ഈ ലിൽഫി എന്നുള്ളത് ബികസിരി ളാഇൽ മുഅ്ജമ, ഉള്ളിയുള്ള ളാഇന് ഉളി എന്ന് വായിക്കണം. അത് എന്തിനുള്ള? ലിൽഫിൽ ബക്കരി, പശുവിനും, വൽ ഗനമി, ആടിനും. അപ്പൊ പശുവിന്റെയോ ആടിന്റെയോ കുളമ്പ് കൊണ്ടെന്നെങ്കിലും എന്നായി അർത്ഥം. പിന്നെ ഹാഫിർ എന്ന് പറയും. ഹാഫിരിൽ പറഞ്ഞു, കുതിരക്കുള്ളതിന് ഹാഫിർ, കുതിരക്കുളമ്പിന് ഹാഫിർ എന്ന് പറയാം. വൽ ഖുഫി ബിൽ ജബരി, ഒട്ടകത്തിന് ഖുഫ് എന്ന് പറയാം. ഇവിടെ നിൽഫ് എന്ന് പറയുമ്പോ അതിന് കഴിവ് നൽകപ്പെട്ടത് ബിൽ ഇഹ്റാഖി, വേവിക്കുക, ചുടുക എന്നതുകൊണ്ടാണ്. ചുടുക എന്നാണ് ഇഹ്റാഖിന്റെ അർത്ഥം, കരിച്ചു കളയ എന്നതല്ല. കമാ ഹുവ ആദത്തും ഫീ, ആ കുളമ്പിന്റെ കാര്യത്തിൽ അറബികൾക്കുള്ള പതിവെന്താ? അതിന് ചുടലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. കാരണം അത് കൊടുക്കാൻ കാരണം അന്നൻ നീ
വേവിക്കാതെ കൊടുത്താൽ അതിലായൂഹതു ചിലപ്പോൾ അത് വാങ്ങൂല. വക്കത് എറുമി ആഹിദു അഥവാ വാങ്ങിയ ആളെടുത്ത് വലിച്ചെറിയും. അപ്പൊ പല എന്തവി അതുകൊണ്ട് അയാൾ ഉപകരിക്കൂല. ഖിലാഫിൽ മസ്ബി ഈ ചുടപ്പെട്ടതിനെതിരായിട്ട് ചുട്ടത് പൊളിച്ച് തിന്നോളും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അസാനി വല്ലിശ്റൂന 22ാമത്തെ അറഫ അതറിയോ? ലൻ എന്ന് പറയുന്ന അറഫ അത് ഹറഫു നഫിയൻ, നഫിന്റെ അറഫാണ് ലന്ന്. വ നസ്ബ് ചെയ്യുന്ന അറഫാണ് ലന്ന്. വസ്തിഖ്ബാലിൻ അത് ഇസ്തിഖ്ബാലും കൂടി വരുന്നു, മാലിന് വരില്ല ഇസ്തിഖ്ബാലിന്. അപ്പൊ ഇസ്തിഖ്ബാലിന്റെയും അഥവാ മുസ്തഖ്ബല് നസ്ബ് നഫി ഇവക്ക് വരുന്ന അറഫാണ് ലന്ന്. അതിൽ മുലാരി അത് മൂന്നും മുലാരിക്ക് ഉള്ളതാണ്. അപ്പൊ നഫി വരിക മുലാരിക്ക്, നസ്ബ് ചെയ്യുക മുലാരിക്ക്, ഇസ്തിഖ്ബാൽ വരിക മുലാരി, അതിന് വരുന്നതാണ് ലന്ന്. വലാ തുഫീദു തൗകീദൻ നഫിയെ നഫിയെ തൗകീദ് ചെയ്യാനുള്ള തൗകീദിനെ ഫായിൽ ഒപ്പിച്ച് തരൂല നഫി എന്നാണ്. വലാ തഅബീദഹു എന്ന നഫിയെ കാലാകാലം ആക്കുക എന്നുണ്ട്, അതുമില്ല. അതും മനസ്സിലാക്കി തരൂല. പറഞ്ഞത് ഖിലാഫൽ ലിമൻ ജഅമഹു അതിനെ വാദിച്ചവരുണ്ട്, അവർക്കെതിരായിട്ടാണ് ഈ പറഞ്ഞ സംസാരം. അതായത് ജഅമ ഇബാദത്തിഹ മാ ദുഖിറ ലന്ന് പറയപ്പെട്ട തൗഹീദിനെയോ തൗഹീദിനെയോ മനസ്സിലാക്കി തരുമെന്ന് വാദമുണ്ട്. ആ വാദത്തിന് എതിരായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ആ വാദിച്ച ആള് ആരാണ്? സബഖ്ശരി, ഇമാം സബഖ്ശരിയെ പോലെ ഖാലാഫിൽ മുഫസ്സലി ഒരു മുഫസ്സല് പറഞ്ഞിട്ടുണ്ട്. കശാബിൽ പറഞ്ഞതുപോലെ തന്നെ കശാബ് ഒരു കിതാബാണോ പോലെ. അപ്പൊ ആ കശാബിൽ പറഞ്ഞതുപോലെ തന്നെ മുഫസ്സൽ അവർ പറഞ്ഞിട്ടുണ്ട്. യാ ലന്ന് എന്നുള്ളത് നഫിയിൽ മുസ്തഖ്ബലിന്റെ നഫീനെ തേക്കീത് ചെയ്യാനുള്ളതാണ്. ഒഫിൽ ഉന്മൂദജി എന്ന് പറഞ്ഞ കിതാബിൽ ഉപരെ പറഞ്ഞത് നഫീൽ മുസ്തഖ്ബലി അല തഅ്വീദി കാലാകാലത്തിന്റെ മേൽ ആക്കുക എന്നതിന്റെ മേലിൽ ഇസ്തിഖ്ബാലിന്റെ നഫിക്കുള്ളതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വാദം സമർശനിക്കുണ്ട്. വബീബാദി നുസ്ഖി ചില കിതാബുകൾ കോപ്പികളിൽ അല തഅ്കീദിന്റെ മേലിൽ എന്ന് കാണാം. ശാശ്വതമാക്കുക എന്നുള്ളത് നിഹായത്തു തഅ്കീദിന്റെ അറ്റമല്ല, ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ തൗക്കീദിന്റെ നഫിക്കുള്ളത് തന്നെയാണ്. ഇനി തഅ്വീദ് ഒഴിവാക്കിയിട്ട് കാര്യമില്ല, കാരണം തഅ്കീദ് ഉണ്ടെങ്കിൽ തഅ്വീദ് അവിടെ വരും. ഈ തഅ്കീദ് ഈമാ ഇദാ ഉത്ലിഖൻ നബിയു ഖൈദ് കൊടുക്കാതെ ഒരു നബിയെ ഇത്ലാഖാക്കി വന്നാലാണ് ഈ പദത്തെ തഅ്വീദ് വരിക. ഖാനാബിൽ കശാഫി ഇമാം കശാഫിൽ പറഞ്ഞു മുഫർറിഖൻ തന്നെ വിട്ടുപിടിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഫഖൗലുക നിന്റെ വാക്ക് ലൻ ഉഖീമ എന്ന് പറയുന്ന വാക്ക് അതെന്താണ്? മുഅക്കദുൻ തഅ്കീദ് ചെയ്യപ്പെട്ടതാണ്. ബിഖിലാഫി ലാ ഉഖീമു എന്ന് പറയും പോലെ ലാ ഉഖീമു ഞാൻ നിൽക്കൂല എന്ന്, ലൻ ഉഖീമ നിശ്ചയം ഞാൻ നിൽക്കൂല എന്ന്. അപ്പൊ ലന്ന് കണക്കുമ്പോ തഅ്കീദും ലന്നില്ലാതെ ലാ ഉഖീമു എന്ന് പറഞ്ഞാൽ നബി മാത്രമുള്ള തഅ്കീദില്ലല്ലോ. ഏതുപോലെ കമാബി ഇന്നീ മുഖീമുൻ അന മുഖീമുൻ ഇത് തമ്മിൽ എന്താ മാറ്റം? അന മുഖീമു എന്ന് അറിയുമ്പോൾ അവിടെ തേക്കീതില്ല, ഇന്നീ മുഖീമു എന്ന് പറയുമ്പോൾ തേക്കീതില്ലേ എന്നതുപോലെയാണ്. ഇവ കൗലുക്ക നിന്റെ വാക്ക് ഈ ഷൈഇൻ ഒരു വസ്തുവില് ലൻ അഫ്അലഹു എന്ന് പറഞ്ഞാൽ മുഅക്കദുൻ അത് തേക്കീത് ചെയ്യപ്പെട്ടത് തന്നെയാണ്. അലാ വജ്ഹി തഅ്ബീദി അവിടെ തഅ്ബീദിന്റെ വജ്ഹ് അനുസരിച്ച് കൊണ്ട് തന്നെയാണ് തേക്കീത്. അപ്പൊ രണ്ടുമുണ്ട്. ഏതുപോലെയൊക്കെ കൗലിക്ക നീ പറയും പോലെ ലാ അഫ്അലുഹു അബദ ഒരിക്കലും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതേ അർത്ഥപ്രകാരമാണ് ലൻ അഫ്അലുഹു ഒരിക്കലും നിശ്ചയം ഞാൻ ചെയ്യൂല എന്നതാണ് ലൻ അഫ്അലുഹു എന്നതിന്റെ അർത്ഥം. ഇങ്ങനെ തെബരീഖാക്കിക്കൊണ്ട് ഉദാഹരണിച്ചുകൊണ്ട് കശാഫിൽ പറഞ്ഞത് ഇവിടെ പറഞ്ഞു തന്നു. അപ്പൊ എന്തായി മാന വൽ മാന അർത്ഥം ഇൻ ഫഅലുഹു അത് അവൻ ചെയ്താൽ അല്ലെങ്കിൽ യുനാഫി ഹാലി അത് എന്റെ അവസ്ഥയോടെന്താവും എതിരാവും. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ലൻ അഫ്അലഹു എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? അന്ന ഫിഅലഹു നിശ്ചയമായിട്ട് ആ കാര്യം ചെയ്യുക എന്നുള്ളത്
എന്റെ അവസ്ഥയോട് എതിരായി വരും എന്നായി അതിന്റെ അർത്ഥം. അപ്പൊ ഒരിക്കലും അത് ചെയ്യൂല. ഖൗലിഹി തആല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ലൻ യഖ്ലുഖു ദുബാബൻ, ഒരിക്കലും ഒരു ഈച്ചയെ അവർ സൃഷ്ടിക്കൂല. ഐ ഖൽഖു, സൃഷ്ടിക്കൂല കാലാകാലം തേക്കി തന്നെയാണ്, ഒരിക്കലും ഉണ്ടാവില്ല. മിനൽ അസ്നാമി, വിഗ്രഹങ്ങളിൽ. അപ്പൊ ഖൽഖുഹു മിനൽ അസ്നാമി മുസ്തഹീൽ, വിഗ്രഹങ്ങളിൽ നിന്ന് ഒരു ഈച്ചയെ സൃഷ്ടിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. മുനാഫില്ലി അഹ്വാലി, അത് വിഗ്രഹങ്ങളുടെ അവസ്ഥയോട് എതിരുമാണ് എന്നതുപോലെയാണ് ലൻ നഫ്അലഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന ഫീലഹു യുനാഫി ഹാലിയൻ. ഒബി ഖൗലിൽ മുസന്നിഫി, മുസന്നിഫിന്റെ വാക്കിലുണ്ട് എന്തുണ്ട്? സഅമഹു എന്ന് മുസന്നിഫ് പറഞ്ഞല്ലോ. ആ പറഞ്ഞ വാക്കില് തദ്ഈഫുൽ ലഹു, ആ വാദത്തെ ലൈഫാക്കലുണ്ട്. എന്താ ലൈഫാക്കാൻ കാരണം? ലിമാ ഖാല വൈറുഹു, പിന്നെ മറ്റൊരാള് പറഞ്ഞ ഒന്നിന് വേണ്ടി എന്ത്? ഇന്നഹു ലാ ദലീല അലൈഹി, അങ്ങനെ പറയുന്നതിന് ഒരു ലക്ഷ്യവുമില്ലാന്ന് മറ്റൊരാൾ പറഞ്ഞു. അത് വെച്ച് വരുമ്പോ ഇവിടെ ജഅമ എന്ന വാദത്തപ്പോ ആ വാദം ലൈഫാക്കുക എന്നത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പിന്നെ വസ്തിവാദത്തു തഅബീദി, അങ്ങനെ ഇല്ല എങ്കിൽ പിന്നെ ആയത്തിൽ വന്ന തഅബീദിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനാണ്. ഈ ആയത്തിൽ ദുബാബി വൈരിഹ, ഈച്ചയെ പറ്റി പറഞ്ഞ ആയത്തും അതല്ലാത്ത ആയത്തിലൊക്കെ നബി വരുമ്പോ അവിടെ തഅബീദിനെ മനസ്സിലാക്കാം. ആ തഅബീദിനെ മനസ്സിലാക്കുന്നത് അതായത് നഹ്വു വലൻ യഖ്ലിഫ അല്ലാഹ് വഅദ, വലൻ യഖ്ലിഫ അല്ലാഹു വഅദ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരിക്കലും അല്ലാഹു തആലയുടെ വാഗ്ദാനത്തെ അല്ലാഹു തആല എതിരെയുള്ള കാലാകാലം അങ്ങനെ തന്നെയാണ്. ഇവിടെ തഅബീദിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് മിൻ ഖാരിജിൻ, അത് പുറത്തുനിന്നാണ്, അല്ലാതെ ലന്നിന്നല്ല. ഏതുപോലെ കമാഫി വലൻ യതമന്നൗഹു അബദൻ, ഒരിക്കലും അവര് അതിനെ കൊതിക്കൂല. അങ്ങനെ കൊതിക്കൂല എന്ന് പറയുമ്പോ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത് എവിടുന്ന? ഖാരിജിന്നല്ലേ. അവിടെ ഇസ്തിബാത്ത് വരുന്നത് ഖാരിജിന്നാണ്. അതായത് വഖൗനു അബദം ഫീഹി, അതിൽ കാലാകാലം ആവുക എന്നുള്ളത് ലിതഅ്കീദി, അത് തഅ്കീദിനുള്ളതാണ് എന്നത്. കമാ ഖീല, പറയപ്പെട്ടതുപോലെ അതിലുള്ളതൊക്കെ കാലാകാലത്തിന് തഅ്കീദിനുള്ളതാണെന്നതാവുക. ഖിലാഫുൽ ലാഹിരി, അത് ലാഹിറിന് എതിരാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂല, അത് ഹാരിനെ പറ്റുള്ളൂ. വഖദ് നുഖിലത് തഅബീദു അൻ വൈരി സബഖ്സരി, സബഖ്സരി അല്ലാത്തവരെ തൊട്ട് ഈ ലന്ന് തഅബീദിന് വരും എന്ന് നഖൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വവാഫഖഹു, എന്നാൽ സബഖ്സരിയോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. ലന്ന് ബി തഅ്കീദി, തഅ്കീദിലാണ് ലന്ന് വരിക എന്ന കാര്യത്തിൽ കസീറുൻ, അനേകം ആളുകൾ യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ലന്നിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായമുണ്ട്. അത്താകാല ബാധകം, ചില ആൾക്കാർ പറഞ്ഞു എന്ത്? ഇന്ന മൻഅഹു, അതിനെ തടയുക എന്നുള്ളത് അങ്ങനെ വരികയില്ല എന്നൊക്കെ പറയുന്നത് മുകാബറത്തുൻ, അതൊരു തരം വാദങ്ങളാണ്. വലാ തഅബീദ ഖത്അൻ ഫീ, അത് വേറെ എന്നൊക്കെ പറയുന്നത് വരെ എത്തിയിട്ടുണ്ട്. എന്നാ വലാ തഅബീദ ഖത്അൻ ഇദാ ഖുയ്യിദ നഫിയു, ഇവിടെ നഫിയെ ഇത്ലാഖാക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ പറഞ്ഞത്. ഇനി നഫിയെ കൈത് കൊടുത്ത് പറഞ്ഞാലോ എന്നാണ്. നഫിക്ക് കൈത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തർക്കമില്ലാതെ തഅബീദേ ഇല്ല. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്ന് ഞാൻ എന്താ ഒരു മനുഷ്യനോട് ഒരിക്കലും സംസാരിക്കൂലാണ്. ഇവിടെ നഫിക്ക് കൈതുണ്ട്, അൽ യൗമ ഇന്ന് എന്നാണ്. അപ്പൊ ഇവിടുത്തെ നഫി എന്തല്ല? തഅബീദിനല്ല എന്ന് മനസ്സിലാക്കാം. വതരീദു, ലൗ വരും. ലിദ്ദുആയി, പ്രാർത്ഥനക്കും വരാറുണ്ട് ലൗ. ഇഫാഖൽ ഇബ്നു ഉസ്ഫൂർ, അങ്ങനെ ഇബ്നു ഉസ്ഫൂർ പറഞ്ഞിട്ടുണ്ട്. അയാൾ യോജിച്ചിട്ടാണ് ഇപ്പൊ ഈ വാദം ഇവിടെ കൊണ്ടുവന്നത്. ഒരു പാട്ടും പാടാം. കൗലിഹി, ഇബ്നു ഉസ്ഫൂർ പാടിയതുപോലെ ലം തസാലു കദാലികും സുമ്മ ലാസിൽ തൂലകും ഖാലിദൻ ഖുലൂദൽ ജിബാലി. ലം തസാലു കദാലിക്കും, നിങ്ങളെപ്പോലെ അവരായിക്കൊണ്ടേയിരിക്കട്ടെ. സുമ്മ ലാസിൽ തൂലക്കും, നിങ്ങൾക്കും ഞാൻ ആയിക്കൊണ്ടേയിരിക്കട്ടെ. ഖാലിദൻ, ശാശ്വതമാകുന്നവൻ. ഖുലൂദൽ ജിബാൽ, പർവ്വതങ്ങൾ ശാശ്വതമാകുന്ന രീതിയിൽ.
ശാശ്വതമാകുന്നവനായി കൊണ്ടേയിരിക്കട്ടെ എന്നാണ്. ഇവിടെ ലം തസാലു എന്ന് പറഞ്ഞ ലൗ അല്ല ലെന്ന്. ഇവിടെ ലെന്ന് വന്നത് എന്തിനാണ്? പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. എന്നാൽ ഇബ്നു മാലിക്കും വൈറു അല്ലാത്തവരും ലൻ യുസ്ബിത്തു ദാലിക ലെന്ന് ദ്വായിന് വരിക എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടേ ഇല്ല. ഖാലു ഓല് പറയുന്നത് വലാ ഹുജ്ജത ഫിൽ ബൈത്തി, ഇവിടെ ബൈത്ത് പാടി എന്നല്ലാതെ ഈ ബൈത്തിൽ യാതൊരു തെളിവുമില്ല. കാരണം എന്തുകൊണ്ട്? ഈ എഹ്തിമാലി അയ്യക്കൂന ഖബറൻ, ഈ ബൈത്ത് ഖബരി ആയിക്കൂടെ, ഇങ്ങനെ ദ്വാവുക ഓ ഫീഹി. എന്നാൽ ഇത്തരം കാര്യം പറയുമ്പോ അതില് എന്തുണ്ട്? ഒരു അകൽച്ചയുണ്ട് എന്നേ പറയാറുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ലെന്നിന്റെ നിലപാട്. ഇനി നമുക്ക് 23-ാമത്തെ അറഫുമായുള്ള ചർച്ച. ഇപ്പോ 22, 21 കഴിഞ്ഞു, ലവും കഴിഞ്ഞു, ലെന്നും കഴിഞ്ഞു. ഇനി നമുക്ക് ചേരാനുള്ള ചർച്ച മറ്റൊന്നാവുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് തമ്മിൽ നിന്ന് അള്ളാഹു തആല സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.